ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ബാക്ക് വിത്ത് അനന്ത വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ അബൌട്ട് +1 സയൻസ് എന്നുള്ള വീഡിയോ ആണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓണൊന്നുകൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹെൽപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. മൈ എക്സ്പീരിയൻസ്, ദെൻ മിസ്റ്റേക്സ് ഐ മെയ്ഡ് ആൻഡ് ക്വസ്റ്റൻ ആൻഡ് ആൻസർ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര വയസ്സായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾ ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു 10th വരെ കണ്ട ഒരു ഇതൊന്നും അല്ല. +1ലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ് ആണ്. അത് എൻവിറോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഞാൻ ഓരോ സമയത്ത് ഓരോന്നായിട്ടും. അപ്പോൾ എന്തായാലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ടീച്ചേഴ്സിന് ഇതുവരെ അറിഞ്ഞുകൂടാ നമ്മുടെ അക്കാഡമിക് സ്കോർസോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് സ്റ്റാറ്റസ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ മുമ്പിൽ പോകുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഇതാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്യുക, ടെസ്റ്റ് പേപ്പർ ഒക്കെ, എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു അക്കാഡമിക് അവർക്ക് നന്നായിട്ട് മനസ്സിലാവുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഓബിയസ്ലി നമ്മൾ 10th വരെ നന്നായിട്ട് സ്കോർ ചെയ്ത് വന്നതാണെങ്കിൽ +1ൽ കയറുമ്പോഴത്തേക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം കംപ്ലീറ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളതാണ്. കുറേ പേര് 10th വരെ അത്യാവശ്യം ഫുള്ളും ഇതൊക്കെ സ്കോർ ചെയ്ത് വന്നിട്ടും ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആ ഒരു സ്ഥലത്തിൽ നിന്ന് നിൽക്കുകയാണ്. ടോപ്പർ അല്ലെങ്കിൽ ആ ഒരു സ്കോറിൽ വരാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ലൈക്ക് നല്ല സ്കോർ അത്യാവശ്യം സ്കോർ ചെയ്ത് വന്നതാണ്. 10th ഒക്കെ വരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ചില എക്സാമിനൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്കോർ കിട്ടില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം ഉണ്ടാക്കണം. ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഉദ്ദേശിച്ചതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അതുപോലെ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ നന്നായിട്ട് വർക്ക് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ഈസി തന്നെയാണ് +1. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഈ ഒരു സ്കൂൾ, എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് തൊട്ട് ഫൈനൽ അലോട്ട്മെൻറ്റ് വരെ ഈ ഒരു സ്കൂളാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്കൂളെ അല്ല ഉദ്ദേശിച്ചത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും വലിയ രസം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജിൽ വരുന്നതാണ്. സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ ഹിന്ദിയാണ് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. കാരണം മലയാളം ഒരുപാട് എഴുതാറുണ്ട്. നമുക്ക് മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയായിരിക്കും, പക്ഷേ ആ ഒരു പേപ്പറിൽ എഴുതി പിടിപ്പിക്കുന്ന പോലെയാണ് കാര്യം. ഹിന്ദി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, മേ ബി ഇതിങ്ങനെ അല്ലായിരിക്കാം, ചുട്ടമല്ലേ സോങ് എഴുതി വെച്ചിട്ട് അവർക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചത്. കാരണം ഹിന്ദി ഒരു വക പഠിക്കാതെ പോയി ഇതേപോലെ ഒരു സോങ്സും കുറച്ച് ഉടായ്പൊക്കെ കാണിച്ച് വെച്ച് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അതെനിക്ക് 10th അറിയാവുന്നതാണ്. നമ്മളൊരു അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പിന്നെയും അതിനെ തിരിച്ച് മറിച്ചൊക്കെ എഴുതിയാൽ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഹിന്ദി. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഈസി ആണെന്നാണ്. പക്ഷേ ഞാൻ എടുത്തേക്കുന്ന മലയാളമാണ്. മലയാളം പഠിക്കാൻ ഈസിയാണ്, നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ എഴുതാൻ വേണ്ടിയിട്ട് സമയം തികയേയില്ല. പക്ഷേ നമ്മൾ എത്ര എഴുതിയാലും നമുക്കൊരു തൃപ്തി വരില്ല. ചില കാര്യങ്ങൾ നമുക്ക് എത്ര എഴുതിയാലും ഇനി എഴുതണം തോന്നും. പക്ഷേ നമ്മൾ ആ ഒരു പേഴ്സിന് വേണ്ടി മാത്രം ഇരിക്കാനായിട്ടുള്ള ടൈം കിട്ടില്ല. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും ഈ മലയാളമൊക്കെ എടുത്ത് വന്ന് പെട്ടുപോയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഹിന്ദി എടുത്താൽ മതിയായിരുന്നു എന്ന് ഓരോ എക്സാം കഴിഞ്ഞിട്ടും എൻ്റെ ഫ്രണ്ട്സ് പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം, ഞാൻ ഹിന്ദിയാണ് എടുക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഈ സ്കൂൾ കിട്ടിയാൽ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച വേറെ 2 സ്കൂളുകളുണ്ടായിരുന്നു, അവിടെ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ട്രയൽ അലോട്ട്മെൻറ്റിലാണ് പോയപ്പോൾ ചുമ്മാ രസം എന്തായാലും ഇവിടെ പഠിക്കാൻ വരുന്നില്ല, എന്നാൽ പിന്നെ മലയാളം എഴുതാമെന്ന് പറഞ്ഞ് മലയാളം കൊടുത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എവിടെ പോയാലും സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ അതിനെക്കുറിച്ചാണെങ്കിൽ കൂടുതൽ അന്വേഷിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മലയാളം എടുക്കാം എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു ഇതിൽ വെച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ച 2 സ്കൂളിലും എനിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് തൊട്ട് ഫൈനൽ അലോട്ട്മെൻറ്റ് വരെ വന്നിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് പൈസ കൊടുത്ത് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ട, ഫുൾ എ+ കിട്ടിയതല്ലേ, എന്തിനാ ഇനി പൈസ കൊടുത്ത് കയറുന്നത്, ഇവിടെ തന്നെ കയറാമെന്ന് ഓർത്തു. ഈ സ്കൂളിനോട് പൊതുവേ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇതുവരെ പഠിച്ച സ്കൂളുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ ഇതാണ്. നല്ലൊരു എൻവറോൺമെൻറ്റും അടിപൊളിയാണ്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും പഠിപ്പിയൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. പിന്നെ +1ൽ കയറി ആദ്യ ദിവസങ്ങളിലൊന്നും നല്ലപോലെ ഫ്രണ്ട്സിനെ കിട്ടിയില്ല. ഇവരൊക്കെ ആയിട്ട് മിണ്ടാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ എല്ലാവരും ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് മിണ്ടും. അപ്പോൾ എന്തായാലും നല്ല രസമാണ് ഞാൻ ഈ ആദ്യത്തെ ജേണി ഓർക്കുമ്പോഴത്തേക്ക്. പക്ഷേ +1ൽ കയറിയിട്ട് നമ്മളൊരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ അയ്യോ ഫൈനൽ എക്സാം ആയ ഒരു ഫീലാണ്. നമ്മൾ +1ൽ കയറിയിട്ടുള്ളതുപോലെ തോന്നുള്ളൂ. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് ഫൈനൽ എക്സാമിൻ്റെ അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് +1ൽ കയറണം. എനിക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി നമ്മൾ ഈ കയറി ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ആ ഒരു ഫൈനൽ എക്സാമിൽ എത്തുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഉണ്ടല്ലോ. നിങ്ങൾ +1 കഴിഞ്ഞ് +2ലേക്ക് കയറാനാവണം. എക്സ്പീരിയൻസിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുണ്ടായിരുന്നത്. ലൈക്ക് ക്ലാസ്സിൽ കയറുന്നു, പിന്നെ അപ്പോഴൊന്നും വിചാരിച്ചില്ല ഇത്ര നല്ല ഫ്രണ്ട്സിനൊക്കെ കിട്ടും. ആദ്യമൊക്കെ അത്യാവശ്യം പതുക്കെ തന്നെ പഠിപ്പിക്കും. ഞങ്ങൾക്ക് കെമിസ്ട്രിയുടെ പോർഷൻ തീർന്നിട്ടുണ്ടായിരുന്നത് ജനുവരി 2nd വീക്ക് എങ്ങാണ്ട് ആയപ്പോഴായിരുന്നു. അത്രയും കുറച്ചൊക്കെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി മാത്രം. പക്ഷേ സാർ അടിപൊളിയായിട്ട് പഠിപ്പിക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, എല്ലാവരുടെയും ഡൗട്ടാണ് ഈ വെക്കേഷൻ തന്നെ പഠിക്കാൻ തുടങ്ങണമെന്നും. എൻ്റെ അഭിപ്രായത്തിൽ തുടങ്ങുകയേ വേണ്ട. ഞാൻ വെക്കേഷൻ ചുമ്മാ ഒന്ന് 2-3 ദിവസം കുറച്ച് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കാണേണ്ട ആവശ്യമില്ല. വലിയൊരു നമുക്കൊരു ഐഡിയ കിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ ബാച്ചിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് കാണുന്നത് നല്ലതായിരിക്കും. പക്ഷേ സ്കൂൾ തുടങ്ങുമ്പോൾ പഠിച്ചാൽ മതി കേട്ടോ. +1ൽ അല്ലാതെ +1 സിലബസ് ഭയങ്കര പാടൊന്നുമല്ല. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുന്നത് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കും. ഒരിക്കലും ഭാഗത്ത് ചെയ്യരുത്. ഞാൻ ആദ്യം തൊട്ട് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഈ ഒരു ലാസ്റ്റ് സമയമായപ്പോൾ ആദ്യമൊക്കെ നല്ല സ്കോർ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ എന്താ പിന്നെ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് കുറച്ച് മുഴപ്പിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലത് എനിക്ക് മിസ്റ്റേക്സ് ആയി മെയ്ഡാണ് മെയിനായിട്ട് പറയാനുള്ളത്. ആരും റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇനി ഞാൻ ഓരോ വിഷയത്തിൻ്റെ ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയാം. പിന്നെ കുറച്ച് ഇതിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ തന്നെ ആദ്യം തന്നെ ഒരു 4 മണിക്കൂറൊക്കെ പഠിക്കുക. നമുക്കാണ് നമ്മുടെ ഒരു അക്കാഡമിക് സ്ട്രെങ്ത് അറിയാവുന്നത്. നമുക്ക് ചിലപ്പം ഇതൊന്നും അല്ലായിരിക്കും ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം ആദ്യം തന്നെ ഒരു 3-4 മണിക്കൂർ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള
ഉള്ളവർ ആദ്യമൊക്കെ സ്കൂളിൽ കുറച്ച് ഇതിലായിരിക്കും പഠിപ്പിക്കുന്നത്, പിന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ടൈം ഭയങ്കര കുറവാണ്. നമ്മൾ ഈ ഒരു 2-3 മാസം നിങ്ങൾക്ക് കുറവായിരിക്കും. പക്ഷേ എനിക്ക് ഞങ്ങളുടെയൊക്കെ ബാച്ചിന് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി. പക്ഷേ ഞങ്ങളുടെ മുമ്പത്തെ ബാച്ചിന്, അതായത് ഇപ്പോൾ +2 കഴിഞ്ഞ ബാച്ചിനാണെങ്കിലും കുറച്ച് താമസിച്ചാണ് തുടങ്ങിയത്. അപ്പം പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ടൈം കുറവാണ് ഈ ഒരു പഠിപ്പിക്കുന്നതാണെങ്കിലും. ഇതിനിടയിൽ എന്താണ് കലോത്സവവും സ്പോർട്സ് ഡേയും ആർട്സ് ഡേ കലോത്സവം. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഒരിക്കലും ഈ നോട്ടൊന്നും പെൻഡിങ് വെക്കല്ല. പിന്നെ പേടിപ്പിക്കാനല്ല, പക്ഷേ ഇതാണ് സത്യം കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു ട്രാൻസിഷനാണ് ഈ ഒരു 10th നിന്ന് 11th വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ട്രാൻസിഷനാണ്. എന്താണ് 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ 11ാം ക്ലാസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് സിലബസിൽ തന്നെ മാറ്റം വരികയാണ്. SCRT to NCRT. അതേപോലെ SCRT ഒക്കെ നല്ല വരുന്നതാണ്. NCRT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SCRT പോലെ അല്ല, ഇത് CBSE സിലബസാണ് NCRT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ മാത്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, മാർക്സ് ഒക്കെ കുറേ നല്ല സാധ്യതയുണ്ട്. പക്ഷേ മേ ബി ആദ്യം കുറച്ച് കുറഞ്ഞാലും പിന്നെ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആദ്യം വന്നപ്പം അത്യാവശ്യം മാർക്സ് കുറഞ്ഞു, പിന്നെ അതൊരു ക്യാച്ച് ചെയ്തെടുത്ത് അങ്ങനെ നല്ല സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വിഷയം ടഫല്ല. ഇതിൽ ഞാൻ ക്വസ്റ്റൻ ആൻസറിൽ പറയണം എന്ന് ഓർത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പറയാം. എൻ്റെ ടഫ് സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിഷയം ടഫായിട്ട് ഫീൽ ചെയ്തില്ല. എല്ലാം അത്യാവശ്യം ഈസി തന്നെയാണ്. പക്ഷെ നമ്മളത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ അത്യാവശ്യം മാത്സ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ആദ്യം മാക്സിമം സോൾവ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയും. പക്ഷേ 10th SCRT നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും അധികം സോൾവ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ NCRT ഇസ് ദ കീ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഭയങ്കര ലേറ്റ് ആയിപ്പോയി. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. ഈ വർഷം ഞാൻ കഴിഞ്ഞ ബാച്ച് വരെ അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. അവർക്ക് മാത്സ് എക്സാം മാത്രം അയച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ എക്സാമും നല്ല ഈസി ആയിരുന്നു. അവർക്ക് +1 +2 നമ്മൾ അത്യാവശ്യം ടഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ ബാച്ചിനും. പക്ഷേ എന്തായാലും +1 എക്സാം എല്ലാം നല്ല ഈസി ആയിരുന്നു. ഒരു കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ഈസി ആക്കിയത്. പക്ഷേ +2 കെമിസ്ട്രി എക്സാം ഈ പ്രാവശ്യം നല്ല ടഫായിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊക്കെ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും NCRT ഇസ് ദ കീ. സോൾവ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ആദ്യം തൊട്ട് NCRT സോൾവ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. എല്ലാം സോൾവ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് നല്ല പണി കിട്ടും. നിങ്ങൾ വിചാരിക്കും ഇത്ര മാർക്ക് മതി, ലൈക്ക് ഇപ്പം നല്ല മാർക്ക് മേടിച്ചിട്ട് ഇറങ്ങിയാൽ പോലും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. നിങ്ങൾക്ക് അറിയായിരിക്കും +1ലെയും +2ലെയും മാർക്ക് കയറിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് എന്താ പറയുന്നത് മാർക്ക് +2ൻ്റെ റിസൾട്ടിൻ്റെ കൂടെ വരുന്നത്. +1ലെയും ചേർക്കും +2ലെയും ചേർക്കും. +1ൽ മാക്സിമം സ്കോർ ചെയ്ത് വെച്ചോണം. അല്ലെങ്കിൽ +2ൻ്റെ കാര്യം വരികയാണെങ്കിൽ അവിടെയുള്ള ഒരു പ്രശ്നം വരുന്നത് അവിടെ പ്രാക്ടിക്കലും അങ്ങനെ ഒരുപാട് പണികൾ വരുന്നുണ്ട്. അപ്പം എല്ലാത്തിനെയും കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ ടൈമേ കിട്ടില്ല. +1ൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്ത് വെച്ചോളും. അവിടെ നമുക്ക് പഠിത്തം എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ ഫിസിക്സ് ആണെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്കില്ലായിരുന്നു. അതായത് 10th ഡിറൈവേഷൻസ് വരും. +1ലാകുമ്പോൾ ഒരുപാട് ഡിറൈവേഷൻസ് ഉണ്ട്. അത് ചോദിക്കുകയും ചെയ്യും. 3-4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഡിറൈവേഷൻ. എന്ന് വെച്ചാൽ ഒരു ഡിറൈവേഷൻ തന്നെ 5 മാർക്കും 3 മാർക്കൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു 10-16 മാർക്കിന് ഈ 60 മാർക്കിൻ്റെ എക്സാമിന് ഡിറൈവേഷൻസ് വരും. പിന്നെ ഇതുവരെ നമുക്ക് മാത്സ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി ഈ ഒരു വിഷയമൊക്കെ 60 മാർക്കിനും. ദെൻ മലയാളവും ഇംഗ്ലീഷും, മലയാളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി എടുത്തിട്ടുള്ളവർക്ക് ഹിന്ദി. ഓക്കെ, അപ്പം സെക്കൻഡ് ലാംഗ്വേജും ദെൻ മലയാളവും സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും 80 മാർക്കിനാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും 60 മാർക്കിനാണ്. ഇനി 10 വിഷയം എന്നുള്ളതിൽ നിന്നും നമുക്കിവിടെ വെറും 6 വിഷയമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ദെൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഉണ്ടാവും. ദെൻ ഇതൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. ദെൻ കെമിസ്ട്രിക്ക് ആണെങ്കിൽ തിയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് നമുക്ക് ന്യൂ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് നന്നായിട്ട് സോൾവ് ചെയ്യണം. എനിക്ക് ഫിസിക്സിനേക്കാളും കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രിയിലാണ്. പക്ഷേ ഫിസിക്സ് അത്യാവശ്യം നല്ല ഈസിയാണ് കേട്ടോ. ഞാൻ ഫിസിക്സിനെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മോഡൽ എക്സാമിനാണെങ്കിലും ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഫൈനൽ എക്സാം ഞാൻ കഷ്ടപ്പെട്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് മോഡൽ എക്സാമിനാണെങ്കിലും ക്രിസ്മസ് എക്സാമിനാണെങ്കിലും ഫിസിക്സ് എക്സാമിൻ്റെ തലേന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം സ്റ്റഡി ലീവ് ഉണ്ട്. ഞാൻ അന്നത്തേക്ക് എല്ലാം പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കും. എനിക്ക് ഫിസിക്സ് അത്യാവശ്യം പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഞാൻ തിയറി മാത്രം പഠിച്ചിട്ട് പോയിടും. എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് വാങ്ങിച്ചോണ്ട് വരും. അത്രയേ ഉള്ളൂ. അതിനെ ക്വസ്റ്റൻ സോൾവ് ചെയ്ത് പഠിക്കലേ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല മാർക്ക് വരും. പക്ഷേ ഫൈനൽ എക്സാമിന് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചു. എക്സാമിന് 20 hour ലൈവൊക്കെ ഇരുന്ന് പഠിച്ച ആ നോട്ട് എഴുതിയതിന് 2 നോട്ട് തീർന്നു. ഒരു നോട്ട് തീർന്നു, രണ്ടാമത്തെ നോട്ട് പകുതിയായി. അത്രയും ഞാൻ നോട്ട് എഴുതി കാണാതെ പഠിച്ച് കലക്കി അരച്ച് കുടിച്ചു. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഏകദേശം ഒരാഴ്ച ലീവ് ഉണ്ടായിരുന്നു ഫിസിക്സ് എക്സാമിന് വേണ്ടി. പക്ഷേ ബയോ സയൻസുകാർക്ക് ഒരു ദിവസവും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ലൈക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനുള്ള ടൈം പോലും ഇല്ല. ഫിസിക്സ് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ അല്ലാതെ എല്ലാം അങ്ങനെ ഒരു എക്സ്ട്രാ ഇതൊന്നും തപ്പിപ്പോകുന്ന ആളല്ല. എക്സ്ട്രാ മെറ്റീരിയൽസും അതൊന്നും നോക്കാറില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം നമ്മളിപ്പം ആദ്യം നമുക്ക് സ്കൂളിൽ നിന്ന് നോട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് തന്നെ പഠിക്കുക. ലാസ്റ്റ് സമയത്ത് വേറെ നോട്ട് റെഫർ ചെയ്യാൻ പോകരുത്. ലൈക്ക് എനിക്കാണെങ്കിൽ ഞാൻ കാണാതെ പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ വായിച്ചിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി PDF ഒന്നും തപ്പി വായിക്കാറില്ല. സ്കൂളിൽ നിന്ന് വരുന്ന ആ ഒരു നോട്ട്സും മെറ്റീരിയൽസും മാത്രമേ റെഫർ ചെയ്യാറുള്ളൂ. പിന്നെ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ ഗൈഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. 10th അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഒരു എന്തായിരുന്നു ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ വെറുതെ വാങ്ങിച്ചാണ്. അവർ ലാസ്റ്റ് സമയത്ത് എക്സാമിന് റിവിഷൻ ബാച്ചിലും പോയി ചേർന്നു. വെറുതെ ആയിപ്പോയി ഇതുപോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം എനിക്ക് വലിയ യൂസ്ഫുൾ ഒന്നും തോന്നിയില്ല. 2000 രൂപയും വെറുതെ പോയി. അല്ലെങ്കിൽ കുറേ NCRT ക്വസ്റ്റൻസ് ഒക്കെ നോക്കി സോൾവ് ചെയ്തു. അത്രയേ ഉള്ളൂ. എനിക്ക് അതിന് ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്വസ്റ്റൻ ബാങ്ക് ഒന്നും മര്യാദയ്ക്ക് സോൾവ് ചെയ്യാൻ പോലും പറ്റിയിരുന്നു. ലാസ്റ്റ് ബോട്ടണിയുടെ എക്സാമിൻ്റെ കണ്ട സമയത്താണ് ഓടിച്ച് വന്നിട്ട് നോക്കിയത്. പിന്നെ ബയോളജി, ബോട്ടണി, സുവോളജിയാണ് എനിക്ക് അത്യാവശ്യം ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ബോട്ടണി കുറച്ചുകൂടെ വാസ്റ്റാണ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. അപ്പം അത് കുറച്ച് വാസ്റ്റാണ്. പക്ഷേ പഠിച്ചെടുക്കാവുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല.
ഇംഗ്ലീഷ് നമുക്ക് ടെക്സ്റ്റ് വേണമെങ്കിൽ റീഡ് ചെയ്താൽ മതി, വേണമെങ്കിൽ റീഡ് ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷ് പൊതുവെ അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതും എൻ്റെ ക്ലാസ്സിൽ കുറേ പേര് തോറ്റു പോയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിന്. കുറച്ച് പേര് എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷിന് ബേസ് കുറവാണ്. അത് പറയുന്നതിന് നമ്മൾ ബുദ്ധിമുട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ ചോദിച്ച് തന്നെ പഠിക്കണം. പിന്നെ തോറ്റു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇംഗ്ലീഷ് അത്യാവശ്യം ജയിക്കാനൊക്കെ മാർക്ക് സുലഭമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതൊരു അപമാനമായിട്ട് എടുക്കരുത്. ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് ചിലർക്കും ഈഗോ ഹർട്ടാവാൻ സാധ്യതയില്ല. അപ്പം എന്തായാലും നമ്മൾ നന്നായിട്ട് ഒരു സമ്മറി റീഡ് ചെയ്യുക, നന്നായിട്ട് സമ്മറി റീഡ് ചെയ്യുക. അതേപോലെ തന്നെ റീഡ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഇങ്ങനെ റീഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ കാണാതെ പഠിക്കുന്നതാണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യാം. കാരണം കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓബിയസ്ലി ഇംഗ്ലീഷും ഈ ലാംഗ്വേജ് എക്സാംസ് എന്ന് നമുക്ക് ടൈം തരികയില്ല. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം തരികയില്ല. ഇംഗ്ലീഷ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ് ഒട്ടും തരാൻ സാധ്യത, എസ്പെഷ്യലി ഫോർ മലയാളം. ഹിന്ദിക്കാരൊക്കെ എഴുതിയിട്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനവിടെ സ്പീഡിൽ എഴുതിയായിരിക്കും. പക്ഷേ ഇവരിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പതുക്കെ എൻജോയ് ചെയ്ത് ഇരുന്ന് കാണാം. പക്ഷേ അവർക്ക് പഠിക്കുന്ന കുറച്ച് ചടങ്ങാണ്. എന്ന് വെച്ചാൽ കാണാതെ പഠിക്കുന്നവർ, ലൈക്ക് എൻ്റെ ക്ലാസ്സിലെ കുറേ പേര് കാണാതെ പഠിക്കുന്നവരുണ്ട്. ചിലത് ചുമ്മാ വായിച്ചിട്ട് വന്നിട്ട് ഓടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ കൂടുതലും കണ്ടിട്ടുള്ളത് ടീച്ചർ തന്നിട്ടുള്ള നോട്ട് കൂടുതലും പഠിക്കുന്നവരാണ് കേട്ടോ. പിന്നെ ഒത്തിരി ഈസിയായി സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല ഇംഗ്ലീഷ്, അതാണ് വിഷയം. പിന്നെ ഏതെങ്കിലും ഒരു ലെസണിൽ സമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് കാണാതെ പഠിക്കാം. പിന്നെ ഫോർമാറ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഇവിടെ ഗ്രാമർ ഒന്നും അധികം വരും. നമുക്ക് 10th കുറച്ചുകൂടെ ഗ്രാമർ ക്വസ്റ്റൻസ് വരുമായിരുന്നില്ലേ. പക്ഷേ ഇവിടെ ഗ്രാമറിനേക്കാളും കൂടുതൽ ഡിസ്കോഴ്സസ് ഒക്കെയാണ് വരാറ്. നമ്മൾ കൂടുതൽ പഠിക്കുന്നത് ഡിസ്കോഴ്സസ് ആണ് കൂടുതൽ പഠിക്കുന്നത് ഫോട്ടോ എടുത്ത്. ദെൻ മൈ എക്സ്പീരിയൻസും ടിപ്സും ഇത്രയേ ഉള്ളൂ കേട്ടോ. ദെൻ മിസ്റ്റേക്സ് ഐ മെയ്ഡ്, ഞാൻ ചെയ്തിട്ടുള്ള മെയിൻ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ടൈം ഉണ്ടല്ലോ എന്ന് ലാസ്റ്റ് സമയത്ത് വിചാരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഭയങ്കര മോട്ടിവേഷൻ, നമ്മൾ എല്ലാവരും അങ്ങനെയാണല്ലോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര മോട്ടിവേഷനിൽ പഠിക്കാൻ തുടങ്ങും, ഭയങ്കര സ്കോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ ഇതെങ്ങനെയായിരുന്നു, ആദ്യം അതിൻ്റെ അക്കാഡമിക് ഗ്രാഫ് ലൈക്ക് ഫസ്റ്റിൽ നിന്നും ലാസ്റ്റ് സമയത്ത് വന്നപ്പോൾ പട്ടുകൂടിയിലേക്കാണ് വീണിട്ടായിരുന്നു. നല്ല മാർക്ക് കുറവായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഒത്തിരി കുറവില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയാണ്. ഞാൻ ഏറ്റവും ലോവസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പ്ലസ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു പ്ലസ് 1 എത്ര മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എബോവ് 430 എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഞാൻ അത്രയല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ ഞാൻ അതേ പറയുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ മാർക്ക് കാര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ. എന്തായാലും ഞാൻ റിസൾട്ട് റിവീൽ ചെയ്യുന്ന വീഡിയോ ഇടാം. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മെയ്ഡ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ 2 മാസം നമ്മൾ എത്ര പഠിച്ചില്ലെങ്കിലും ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ബോർഡ് എക്സാമിൽ നമ്മൾ എത്ര സ്കോർ ചെയ്യും എന്ന് നോക്കുന്ന ഒരു ടൈമാണ് ഏതോ ഈ ഒരു ലാസ്റ്റത്തെ 2 മാസം. ആ സമയത്ത് കട്ടക്കിരുന്ന് പഠിച്ചോണം, പഠിക്കാത്തവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ആരാണെങ്കിലും. പക്ഷേ ഞാൻ ആ സമയത്ത് കുറച്ച് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷയം എനിക്ക് ലാസ്റ്റ് സമയത്തും ഒരു ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ആയിട്ട് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. കാരണം നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണെങ്കിൽ വേണ്ടിയല്ല. പക്ഷേ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ. പഠിച്ചിട്ടില്ലെന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ പോലും കുറച്ച് സമയമൊക്കെയാണെങ്കിലും ഡിസ്ട്രാക്ട് ഒക്കെ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ചില വിഷയം മാത്സ് ടീച്ചേഴ്സ് ആണെന്ന് എനിക്ക് എസ്പെഷ്യലി തോന്നിയിട്ടുള്ളത് അവരുടെ ഒരു വിഷയത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ടെസ്റ്റ് പേപ്പർ ഞങ്ങൾക്ക് 2-3 പ്രീ മോഡൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സിനൊക്കെ കാര്യത്തിലും 2 പ്രീ മോഡൽ, മോഡൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യും. ഇതിപ്പം ഞങ്ങൾക്ക് പ്രീ മോഡൽ മാത്സിന് എത്ര നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം മാത്സിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് പഠിക്കും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള വിഷയമൊക്കെ ഞാൻ ഏകദേശം 3-4 ആഴ്ച മാത്സിന് വേണ്ടിയിട്ട് മാത്രം, അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഫൈനൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിന് വേണ്ടി മാത്രം മാറ്റി ഒരു ലെസൺ വൃത്തിക്കിരുന്ന് പഠിക്കും. ഒന്നെങ്കിൽ ബാച്ചിലെ റിവിഷൻ ക്ലാസ് കാണും. നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ റിവിഷൻ ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടെ ഏകദേശം ഒരു 2-3 മണിക്കൂറാണ് ഒരു ക്ലാസ്. ഞാൻ ആ ബാച്ച് റിവ്യൂ ഞാൻ പറയാം കേട്ടോ. ദെൻ മിസ്റ്റേക്സിൽ ഏറ്റവും പറയുന്ന എക്സാമിൻ്റെ ബാച്ചിൽ കയറി എനിക്ക് ഒരു ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ആണ്. ഞാൻ 10th ഭാഗ്യത്തിന് ഞാൻ 11th മറ്റേ അഗ്നി ബാച്ചിൽ ചേർന്നിട്ടില്ല. അത്രയും പൈസ ലാഭമായിട്ടോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായം. നിങ്ങൾ എക്സാമിൻ്റെ ഒരു ഇപ്പോൾ കുറേ പേര് ബാച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട് എക്സാമിൻ്റെ. ഞാൻ കണ്ടിട്ടുള്ള മെയിനായിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ യൂട്യൂബിൽ വന്നിട്ട് അവർ അടിപൊളിയായിട്ട് നല്ല എനർജി ആയിട്ട് ക്ലാസ് എടുക്കും. ഞാൻ ഒരിക്കലും വിചാരിച്ചാൽ എക്സാം വിന്നറിനെ കുറിച്ച് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യണമെന്ന്. പക്ഷേ അവരുടെ ക്ലാസ് അങ്ങനെയാണ് പോകുന്നത്. വെറുതെ നമ്മൾ പൈസ കളയാണ്. ഈ ഒരു വർഷവും അവർ എന്തൊക്കെയോ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. യൂട്യൂബ് ക്ലാസ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ബാച്ചിനെ കുറിച്ചുള്ള അവരുടെ ഈ ഒരു ബാച്ച് പ്രൊമോഷൻ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വർഷമെങ്കിലും ഒക്കെ അടിപൊളി ആവുമെന്ന്. ഞാനും ഫസ്റ്റ് എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ പ്രശ്നമാണോ, എനിക്കൊരു ബാച്ച് ക്ലാസ് കാണാനേ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞാണ് മനസ്സിലായത് ഇവർ ബാച്ചിൽ യൂട്യൂബ് ക്ലാസ്സിൽ വന്നിട്ട് ഇവർ ഭയങ്കര എനർജിക്ക് പഠിപ്പിക്കും, ഭയങ്കര അടിപൊളിയായിട്ട്. എന്താ പറയുക, ഒരു അടിപൊളി ക്ലാസ് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭയങ്കര മൂടി ഗ്ലൂമി ആയിട്ട് അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ ചതങ്ങിയ രീതിയിലുള്ള പഠിപ്പിക്കലും. ഇനി യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ അവർ ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്ററിന് അടിപൊളിയായിട്ട് പക്കായിട്ട് പഠിപ്പിക്കും. പക്ഷേ അതേ രീതിയിൽ ഒരു ബാച്ചിൽ ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ ഞാൻ കണ്ടത്. ഏതോ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് 4 മണിക്കൂറൊക്കെ വരെ ഉണ്ടായിരുന്നു. 3 മണിക്കൂർ 3:45 മിനിറ്റ് 3 മണിക്കൂർ 45 മിനിറ്റും ആ ഒരു രീതിയിലൊക്കെ. പക്ഷേ അത് നമുക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും ഭയങ്കര കൂടുതലാണ്. പിന്നെ പഴയ ക്ലാസ്സസ് ആണ് കൂടുതലും ഉള്ളത്. വളരെ കുറച്ച് ക്ലാസ്സാണ് ഈ ഒരു വർഷമൊക്കെ എടുത്തിട്ടുള്ളത്. കൂടുതലും പഴയ ക്ലാസ്സസ് ആണ്. പിന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു 10th വെച്ചിട്ട് ഞാൻ ലക്ഷ്യ ബാച്ചിലുണ്ടായിരുന്നു അവരുടെ ആ ടൈമിൽ. ബാച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ക്ലാസിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവർ നടത്തുന്ന പ്രീ മോഡലും ടെസ്റ്റ് സീരീസും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സാമിനറിലും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് തിങ് അവർ ഇൻട്രോ ഒക്കെ വന്നിട്ട് ഈ ഒരു പ്രാവശ്യം വന്ന് എടുക്കും. എന്നിട്ട് യൂട്യൂബ് ക്ലാസ്സിലെ ബാക്കി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. SSLCയിലെ ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കണ്ടല്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ചാപ്റ്റർ അലക്സ് സാറ് ഇങ്ങനെ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നു. എന്നിട്ട് 2-3 വർഷം മുമ്പ് യൂട്യൂബിൽ ഞാൻ ആ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് യൂട്യൂബിലാണോ ഇതാണോ ബെറ്റർ അത് കണ്ടിട്ട് പ്രീവിയസ് ഇയർ ചെയ്യാമെന്ന് ഓർത്ത്. പക്ഷേ രണ്ടും സെയിം. അപ്പോൾ എന്താണ് നമ്മൾ പൈസ കൊടുത്ത് യൂട്യൂബിൽ ബാച്ചിൽ കയറുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് തന്നെ കണ്ടാൽ പറയാം. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സാമിനറിൽ. ഈ വർഷം എന്തോ എല്ലാം ലൈവിലൊക്കെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ലൈവ് ആണെങ്കിലും ഇതേപോലെയാണ്, ഒട്ടും എനർജി ഇല്ലാത്ത ടൈപ്പാണ് എടുക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ റിവ്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് കൂടുതൽ ആൾക്കാർക്കും പറയാനുള്ളത്. എൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ വർഷം ബാച്ചിൽ ചേർന്നിട്ട് ഒട്ടും വരത്തല്ലെന്നാണ് പറയുന്നത്. അത്രയും പൈസ വെറുതെ പോവാണ്.
5000-6000 രൂപ അല്ലേ, 4000 ആണോ 5000 ആണോ എനിക്ക് ഓർമ്മയില്ല എത്രയാണ്. എന്തായാലും ഞാൻ എക്സാമിനർ ആർക്കും സജസ്റ്റ് ചെയ്യില്ല. എൻ്റെ റിവ്യൂ ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇനി ഇത് കേട്ടിട്ടും വേണമെങ്കിൽ ചെയ്യാം. വിശ്വസിച്ച് ഞാൻ ഈ ഒരു വർഷം എന്താ ലാസ്റ്റ് ബാച്ചിൽ കയറുന്ന അങ്ങനെയാണ്. അവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് അവരെന്തായാലും നമ്മളെ അങ്ങനെ ചെയ്യില്ല അല്ലെങ്കിൽ ചതിക്കില്ല എന്നോർത്ത് നമ്മൾ കയറുന്നു. ചതിക്കിൽ എന്നൊന്നും പറയാനില്ല, എങ്കിൽ പോലും ഒരു വിഷമം. നമ്മൾ അത്രയും പൈസ കൊടുത്ത് കയറുന്നു, പക്ഷെ അതിന് ഒരു ഒട്ടും വർത്ത് ഫീൽ ചെയ്യുന്നില്ല ഒരു ബാച്ചിൽ. യൂട്യൂബ് പ്ലസ് അടിപൊളിയാണ്, എക്സാമിനെ ഫോളോ ചെയ്യാം. ഈ ക്വസ്റ്റൻ ആൻസർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത്, അധികം ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റൻ, ചേച്ചി ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണോ അതോ കമ്പൽസറി ആണോ? പ്ലസ് വണ്ണിൽ ബയോസയൻസ് അത് ചേച്ചിക്ക് ടഫ് സബ്ജക്റ്റ്. ഏതാ ചേച്ചിക്ക് ടഫ് സബ്ജക്റ്റ്? ഓൺലൈൻ പ്ലാറ്റ്ഫോം ചേച്ചി ട്യൂഷൻ സെലക്ട് ചെയ്തിരുന്നു. നല്ല പ്ലാറ്റ്ഫോം പറഞ്ഞു തരും. പ്ലസ് വണ്ണിൽ ഇതൊക്കെയാണ് ബയോസയൻസ് ഉള്ളത്. താങ്ക് യു ഫോർ യുവർ പ്ലേ. ലവ് യു ടു. ആൻഡ് ഇംഗ്ലീഷ് നമ്മൾ മസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ മസ്റ്റായിട്ട് ചൂസ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. സെക്കൻഡ് ലാംഗ്വേജിൽ മാത്രമാണ് നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ മലയാളമോ ചൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് എന്തായാലും 10th വരെ ഉള്ളതുപോലെ തന്നെ മസ്റ്റ് വിഷയമാണ് പഠിക്കേണ്ടത്. പിന്നെ പ്ലസ് വണ്ണിൽ ബയോസയൻസിൽ ഏതാ ചേച്ചിക്ക് ടഫ് സബ്ജക്റ്റ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയോസയൻസിൽ നമുക്ക് വലിയ ടഫ് സബ്ജക്റ്റ് അല്ല ഒന്നും. നമ്മൾ പഠിക്കുന്ന രീതിയിൽ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈസിയാണ്. ദെൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ചേച്ചി ട്യൂഷൻ സെലക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എക്സാമിൻ്റെ ബാച്ച് ഞാൻ ഫൈനൽ ടൈമിൽ എന്താ അവരുടെ ലാസ്റ്റ് ട്യൂഷൻ ബാച്ചിൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ആ ഒരു ബാച്ചിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വർത്തായിട്ട് ഫീൽ ചെയ്തില്ല. എൻ്റെ അഗ്നി ബാച്ചിൽ ചേർന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും അത് വർത്തായിട്ടുണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. എക്സാമിൻ്റെ ഞാനതുകൊണ്ട് ഈ വർഷം വേറൊരു ബാച്ച് പർച്ചേസ് ചെയ്ത കൊള്ളാമെന്നുണ്ട്. പക്ഷേ എക്സാമിൻ്റെ അല്ല, ഒരിക്കലും ചൂസ് ചെയ്യില്ല ഈ ഒരു പ്രാവശ്യം കൂടെ. ദെൻ നല്ലൊരു പ്ലാറ്റ്ഫോം പറഞ്ഞു തരുമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സൈലം ചൂസ് ചെയ്യാം അല്ലെങ്കിൽ എജുകോഡ് ചൂസ് ചെയ്യാം. പിന്നെ അതിലും കുറേ പേര് ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ സൈലം കൊള്ളില്ല എന്നൊക്കെ അവരുടെ ഒരു വീഡിയോയിൽ തന്നെ വന്നിട്ട്, സൈലം കൊള്ളില്ല എന്നല്ല, സൈലത്തിൻ്റെ ബാച്ച് കൊള്ളില്ല എന്ന് കുറച്ച് പേരൊക്കെ വന്ന് പറയുന്നുണ്ട്. ഞാൻ കമൻസ് ഒക്കെ എല്ലാം റീഡ് ചെയ്യും ഇങ്ങനെ, കാരണം നമുക്ക് കൂടുതൽ റിവ്യൂസ് കിട്ടുന്നത് അവിടെ നിന്നാണല്ലോ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് പേര് വന്ന് പറഞ്ഞത് സൈലം ചൂസ് ചെയ്തോളൂ, നല്ലതാണ്. ഞാൻ സൈലം ചൂസ് ചെയ്യാൻ ഓർത്താണ്. ചിലപ്പം ബാച്ച് പർച്ചേസ് ചെയ്യില്ല, ചിലപ്പോൾ ഒരു ബാച്ചിൽ കയറുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിലും ബാച്ചിലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് സെൽഫ് സ്റ്റഡി ചെയ്യാവുന്നുള്ളൂ. കാരണം യൂട്യൂബ് അത്യാവശ്യം ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് ബാച്ച് വേണം നിർബന്ധമാണെങ്കിൽ ക്ലാസ് തുടങ്ങട്ടെ, എന്നിട്ട് 1-2 ദിവസം പോകുക. എന്നിട്ട് അവർ പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചിൻ്റെ ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് ബാച്ച് എടുക്കുന്നത്. അപ്പം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ക്ലാസ്സിൻ്റെ കൂടെ ആവശ്യമില്ല. ഇതിൻ്റെ ഒരു വിഷയം അല്ലെങ്കിൽ ചെറിയൊരു പർട്ടിക്കുലർ കോൺസെപ്റ്റിലേക്കാണ് എന്താ നമുക്ക് ഡൗട്ട് ഉള്ളതെങ്കിൽ പിന്നെ NCERT നന്നായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങിക്കോളൂ എല്ലാ വിഷയവും. പിന്നെ മാത്സ് മെയിനായിട്ട് സോൾവ് ചെയ്യുക. കെമിസ്ട്രി ഫിസിക്സും ഇമ്പോർട്ടൻറ്റ് NCERT ക്വസ്റ്റൻസ് ഒക്കെ സോൾവ് ചെയ്താൽ എല്ലാ കുട്ടികളൊന്നും സോൾവ് ചെയ്യേണ്ട. പ്ലസ് വൺ എക്സ്പെക്ടഡ് സ്കോർ എത്രയാണ്? പ്ലസ് വണ്ണിൽ എക്സ്പെക്ടഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എബോ 430 520 എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ അതല്ല ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ ഞാൻ പറയുന്നില്ല, കാരണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അത്രയും എക്സ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പ്ലസ് വണ്ണിന് പോകുമ്പോൾ ട്യൂഷന് പോയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ട്യൂഷൻ്റെ കാര്യം. പിന്നെ ചേച്ചി ട്യൂഷൻ സജസ്റ്റ് ചെയ്യുന്നു. ചേച്ചി ട്യൂഷൻ സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ട്യൂഷൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സാമിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ആരും പോയി പെടാൻ ഈ വർഷം. എന്തായാലും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ പേരും അതിനെതിരെ മോശമായി കമന്റ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പുതിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിൽ കൂടുതലൊന്നും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. എക്സാമിൻ്റെ ആണോ നല്ലത് സൈലമാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എക്സാമിൻ്റെ യൂട്യൂബ് ക്ലാസ് അടിപൊളിയാണ്. പക്ഷേ സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ് ഓബിയസ്ലി ഞാൻ ഒത്തിരി ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു വർഷമാണ് ഫൈനൽ എക്സാമിന് മാത്സിൻ്റെ ഇതൊക്കെ കണ്ടിട്ടുള്ളത്. അവരുടെ അടിപൊളിയാണ്. പിന്നെ അവരുടെ ബാച്ചും അടിപൊളിയാണെന്നാണ് കുറേ പേര് ഒന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ബാച്ച് ചിലപ്പോൾ കയറുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും പറയാം. പ്ലസ് വണ്ണിൽ ഒരു ബാച്ചൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാച്ചിൽ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൻ്റെ ആവശ്യമില്ല. യൂട്യൂബ് ക്ലാസ് വേണമെങ്കിൽ ഒരു ഫൈനൽ എക്സാം ടൈമിൽ അല്ലെങ്കിൽ ഒരു എക്സാമിൽ അല്ലെങ്കിൽ മാരത്തോൺ ഒക്കെ കാണാം. അല്ലാതെ അങ്ങനെ ക്ലാസ്സസ് ഒക്കെ അടിപൊളി അല്ലെങ്കിൽ ഒരു ബാച്ച് പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ദെൻ മലയാളം മീഡിയം സ്റ്റുഡൻസിന് സയൻസ് ടഫ് ആകുമോ? മലയാളം മീഡിയം സ്റ്റുഡൻസിന് ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ കുറച്ച് മലയാളം തമിഴ് മീഡിയത്തിലൊക്കെ വന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം നിങ്ങൾ നന്നായിട്ട്, അതായത് ഇപ്പം ഞങ്ങളെക്കാളും കുറച്ച് അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനെക്കാളും ഞങ്ങളെക്കാളും മീൻസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന സ്റ്റുഡൻസിനെക്കാളും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന മലയാളം മീഡിയം തമിഴ് മീഡിയം അല്ലെങ്കിൽ വേറെ മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റുഡൻസ് നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. മിസ് എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസ്. പക്ഷേ അവർ കുറച്ച് ഏറെ എഫോർട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഇതുവരെ മലയാളം മീഡിയത്തിൽ പഠിച്ച് മലയാളം വാക്കുകൾ പഠിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു പ്ലസ് വണ്ണിൽ പ്ലസ് ടൂവിൽ ഈ ഒരു എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഗവൺമെൻറ് എക്സാമിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ ഇതുണ്ടായിരിക്കും, മലയാളത്തിൽ ഉണ്ടായിരിക്കും, ഇംഗ്ലീഷിൽ ഉണ്ടായിരിക്കും ക്വസ്റ്റൻ പേപ്പർ കേട്ടോ. വന്നിട്ട് സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണം. പ്ലസ് വണ്ണിൽ സ്കൂൾ തിരഞ്ഞെടുക്കുന്ന ടൈമിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്കൂളിൽ സെലക്ട് ചെയ്യാം. പിന്നെ ഒരിക്കലും നിങ്ങൾ സ്ട്രീം ആരെങ്കിലും ഫോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞ രീതിയിൽ സയൻസ് ഒരിക്കലും എടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കാം. പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് എടുത്തുള്ളത്. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഞാൻ എൻ്റെ ഒരു IAS ഓഫീസറാണ്, അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു ഡൗട്ടായിരുന്നു, IAS വേണം, എനിക്ക് ആ ഒരു ഫീൽഡിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും ഫീൽഡിൽ പോകണം, ഏത് ഫീൽഡ് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഇല്ല. അപ്പം എന്താണെങ്കിലും പോലും ഒരു കറക്റ്റ് വേണമല്ലോ. ആ ടൈമിൽ സയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും പോകാം. ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇപ്പോൾ 3-4 ഫീൽഡ് കറക്റ്റ് ഞാൻ അതിനെക്കുറിച്ച് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പ്ലസ് ടു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനം എടുക്കണം. എന്തായാലും ഞാൻ സയൻസ് ഫീൽഡ്, അതായത് സയൻസ് പോട്ടെ, മെഡിക്കൽ ഫീൽഡിലായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകുന്നില്ല. മെയിൻ കാരണം എനിക്ക് രക്തം വേണ്ട പേടിയാണ്. ഞാൻ ആ ഒരു കാര്യം ചിന്തിക്കുന്നേ ഇല്ല. ഞാൻ അടുത്തത് ചേച്ചി സയൻസ് പ്ലസ് സൈക്കോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ് നല്ലൊരു ഓപ്ഷനാണ്. മാത്സ് ഇല്ലാതെ അല്ലേ? ഞാൻ സയൻസിൽ മാത്സിലൊക്കെ കോമ്പിനേഷൻ ഉണ്ടെന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കമന്റിൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ സൈക്കോളജിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് ബയോ സയൻസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബയോ മാത് കോമ്പിനേഷൻ, കമ്പ്യൂട്ടർ സയൻസ് കോമ്പിനേഷൻ ആണ്. വേറെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കാം. അത് ഓപ്റ്റ് ചെയ്ത സീനിയേഴ്സ് ഒക്കെ കാണുമല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം. ഇതിന് ഈ സ്ട്രീം എടുത്താൽ നീറ്റ് എഴുതി ഡോക്ടർ ആകാൻ പറ്റുമോ? ബയോളജി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ബയോ സയൻസ് ആണ് വേണ്ടത്, എനിക്ക് അറിഞ്ഞുകൂടാ. സൈക്കോളജി ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ദെൻ ഏതെടുത്താലാണ് നീറ്റ് എഴുതാൻ പറ്റുകയെന്നുള്ള കാര്യം ഒന്ന് കമന്റ് അറിയാവുന്നുണ്ടെങ്കിൽ, പിന്നെ ഏതെടുത്താലാണ് പ്ലസ് ടു കഴിഞ്ഞ് കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ഫീൽഡിലോട്ട് തിരിഞ്ഞ് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഫീൽഡിലേക്ക് വേണമെങ്കിലും പോകാം. നമുക്ക് കറക്റ്റ് ക്ലിയർ ഐഡിയ ഉണ്ടെങ്കിൽ IAS അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡാണ് പോകുന്നെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ സയൻസ് എടുത്തില്ലെങ്കിൽ ഒബ്വിയസ്ലി ഹ്യൂമാനിറ്റീസ് എടുത്തേനെ. പക്ഷേ എനിക്കൊരു കറക്റ്റ് ഐഡിയ ഇല്ലായിരുന്നു ഏതൊരു ഫീൽഡിൽ പോകണം എന്ന്. ഞാൻ സയൻസ് എടുത്താണ്. പക്ഷേ സയൻസ് എടുത്ത് നമുക്ക് ഏതൊരു ഫീൽഡിൽ വേണമെങ്കിലും പോകാം. കൊമേഴ്സോ സയൻസോ ഹ്യൂമാനിറ്റീസോ ഏത് ബന്ധപ്പെട്ട ഫീൽഡിലും പോകാം. സയൻസ് എടുത്ത ഒരാൾക്ക് എല്ലാത്തിലും മുൻഗണനയുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ ഒരു സ്ട്രീം എടുത്താൽ എപ്പം തൊട്ട് പഠിച്ചു തുടങ്ങണം. ഈ ഒരു സ്ട്രീം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് പഠിച്ചാലും മതി. ബയോ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് പഠിച്ചാലും മതി. എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു വർഷം ഇപ്പോൾ നല്ല സ്ട്രെസ്സിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെക്കേഷൻ കഴിഞ്ഞ് തുടങ്ങിയാൽ മതി. അപ്പോൾ പഠിച്ച് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ.
എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ നിങ്ങൾക്ക് മാക്സും ഇതൊക്കെ പാടുള്ളവരാണെങ്കിൽ കുറച്ച് നേരത്തെ തുടങ്ങുന്നതിലും തെറ്റില്ല. പിന്നെ +1 മാത്സ് ടഫാണ്, ഒരിക്കലല്ല, അത്യാവശ്യം നല്ല ഈസി തന്നെയാണ്. ചില ചാപ്റ്റേഴ്സിലൊക്കെ കുറച്ച് ട്രിക്കി വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ 2-3 വർഷമൊക്കെ വരെ നല്ല ഈസി, അങ്ങനെ വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻസ് കയറി വരുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ക്വസ്റ്റൻസ് കയറി വരുന്നുണ്ട്, പ്രീവിയസ് ഇയർ അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ല അത് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ആദ്യമേ ഇത് അറിഞ്ഞൊക്കെ കയറുന്നത് വളരെ നല്ലതായിരിക്കും. ദെൻ ടഫ് സബ്ജക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി ടഫ് സബ്ജക്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ചില സബ്ജക്റ്റിൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും, ചില സബ്ജക്റ്റിനോട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. ചില സബ്ജക്റ്റിൽ ചില ചാപ്റ്റേഴ്സ് എനിക്ക് സുവോളജി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, പക്ഷേ സുവോളജിയിൽ ചില ചാപ്റ്റേഴ്സ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ബേത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾ സുവോളജി പഠിക്കാൻ കയറുമ്പോൾ മനസ്സിലായിക്കോളും +1. അപ്പോൾ ഇതൊക്കെയാണ് എന്നോട് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റൻസ്. ഞാൻ അത്യാവശ്യം എഴുതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു. ദെൻ തിങ്സ് ടു റിമെമ്പർ. നിങ്ങൾ സയൻസ് വേറെ ആരും നിർബന്ധിച്ചെടുക്കാതിരിക്കുക, കാരണം ലാസ്റ്റ് വന്ന് പെട്ടുപോയുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുക്കുക. എനിക്കെന്തായാലും ആദ്യം എടുത്ത ടൈമിൽ വലിയ അങ്ങോട്ടും എന്താണെന്നൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കാരണം എല്ലാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വിഷയമൊക്കെയാണ്. ഇങ്ങനെ ഭയങ്കര പേടിക്കേണ്ടതൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാവുന്നതൊക്കെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം എൻസിആർടി സോൾവ് ചെയ്യാൻ മെയിൻ കാര്യം ഫ്രണ്ട് സർക്കിൾ വൈസായിട്ട് ചൂസ് ചെയ്യാം. പിന്നെ എന്താ, നിങ്ങൾ തെറ്റായ കൂട്ടുകെട്ടിലൊന്നും പോയി പെടാതിരിക്കുന്നതാണ് മെയിൻ കാര്യം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെക്കാതിരിക്കുക. എക്സ്പെക്റ്റേഷൻസ് വെക്കുമ്പോഴാണ് അത്രയും മാർക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാവുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഭയങ്കര ലെങ്ത് കൂടി. അത് പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വന്നേനെ. അതുകൊണ്ടാണ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓടുന്നൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബയോസയൻസ് എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.